കല്യാണത്തിന് സദ്യയുടെ കാര്യം പറയാമെന്നതാ. അതാ നോക്ക്, ഈ വീട്ടിൽ നടക്കുന്ന അവസാനത്തെ കല്യാണമാ. ചെലവ് എത്രയായാലും സാരമില്ല, സദ്യ നല്ല പൊടിപ്പനായിരിക്കണം. 3 കൂട്ടം പ്രഥമൻ, പാൽപായസം, 10 കൂട്ടം കറികള്, വലിയ പപ്പടം, ചെറിയ പപ്പടം എന്ന് വേണ്ട ഈ ലോകത്ത് എന്തെല്ലാം ബാക്കിയുണ്ടോ സദ്യ എല്ലാം. ഒന്നിനൊരു കുറവ് വരുത്തരുത്. അവയിൽ 4 തരം ഓലൻ, പുളിശ്ശേരി, എരിശ്ശേരി. നിന്റെ അച്ഛൻ കൊപ്രാനാണ് പിള്ള എനിക്ക് ശ്രീധരന്റെ കാശ് വെട്ടിയിരിക്കുന്നു. ഏത് പൊടിയത്ത് നിന്റെ അമ്മേനെ നങ്ങിത്തോണ്ട് പോയി. ബാക്കി നാളെ കേട്ടാ പോടാ. വാ. ഇതേ പെണ്ണിന്റെ വീട്ടുകാരുടെ പണം കൊണ്ട് ഞാൻ നടത്തുന്ന കല്യാണമല്ല, ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടത്തുന്ന കല്യാണ. എന്തിനാ? അതാണ് ഭരതൻ പിള്ള. എന്റെ പുതിയ മരുമോള് ഒരു കോടീശ്വരന്റെ ഒറ്റ മോളാ. അയാൾക്കാണെങ്കിൽ പഞ്ഞുമില്ലേ തുണുമില്ലേ തുടങ്ങി 100 കൂട്ടം കാര്യങ്ങള്. ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ സ്വത്തുക്കളൊക്കെ ആർക്കാ? എന്റെ മോൻ അനുഭവിക്കാനുള്ളതല്ലേ. പിന്നെ ഞാൻ അല്പം ചെലവാക്കിയാൽ എന്താ? നോക്ക്, കാലത്ത് 100 പേർക്ക് ഉപ്പുമാവും പഴവും, 300 പേർക്ക് കെട്ട് കഴിച്ച സദ്യ. അന്താണ് ബന്ധ. ഈ ബസ് കിസൊന്നുമില്ല. ഇപ്പൊ ഉള്ളത് തന്നെ ബാക്കിയാവുമെന്നാ എന്റെ പേടി. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ അങ്ങ് ചെയ്തേക്കണം. അല്ല മുതലാളി, ഒരു സംശയം. പാവങ്ങളായ ഞങ്ങൾ പോലും കുട്ടികളെ കടയിൽ കൊണ്ടുപോയാ മുടിവെട്ടിക്കാറുള്ളത്. മുതലാളിക്ക് വേണമെങ്കിൽ കടയോടിഞ്ഞു കൊണ്ടുവരാമല്ലോ. എന്നിട്ടും അതാണ് ഭരതൻ പിള്ള. ഒരുത്തിന് മുടി വെട്ടാൻ 7 രൂപ. അങ്ങനെ 3 എണ്ണത്തിന് എത്രയായി? രൂപ 21. മാസം 21 രൂപ വെച്ച് വർഷം എത്രയായി? 10 വർഷം എത്രയായി? ആ കാശ് പലിശയ്ക്ക് കൊടുത്താൽ കിട്ടുന്ന വരവെത്രയായി? ഇതൊന്നും എന്റെ ബുദ്ധിയല്ല, ദൈവം അപ്പാപ്പ എനിക്ക് ഉപദേശിച്ചു തരുന്നതാ. ഇനി വേലായ ചെല്ല്. അല്ല, ഇതാരാ? അമ്മയാ? അല്ല, അമ്മയുടെ പ്രേതം. കഴിഞ്ഞ ഒരു ചുറ്റല് ഉടുത്തൊരുങ്ങി ഇറങ്ങും രാവിലെ 2 കൂടെ. കല്യാണത്തിന് ദിവസങ്ങളേ ഉള്ളൂ. എല്ലാത്തിനും കിടന്നോടാൻ അച്ഛൻ മാത്രമുണ്ട്. പറയുമ്പോ തടിമാടന്മാര് 4 ഉണ്ട് മക്കള്. ഇപ്പൊ മണി എത്രയായി? നേരത്തെ വീട്ടിൽ കയറി വന്നാ നിനക്ക്? അമ്മ എന്തറിഞ്ഞിട്ട് പറയണേ? മീനാക്ഷിയുടെ പാർട്ടിയുടെ ഷഷ്ടിപൂർത്തി ഇന്നായിരുന്നില്ലേ? മഠത്തിലൊന്ന് കയറിയിട്ട് ടൗണിലെത്തിപ്പോ നമ്മടെ മീനാക്ഷിക്ക് ഒരു പൂതി, ഒരു സിനിമ കാണണ്ടേ. എന്നാ പിന്നെ ആയിക്കോട്ടെ ഞാനും കരുതി. ഒരു സിനിമ കൊണ്ട് കാണിക്കാൻ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? ഞാൻ കൂടെ വന്നാലെന്താ? സിനിമ കൊട്ടായി കയറ്റിയല്ലേ? അയ്യോ എന്റെ അമ്മ, ഞങ്ങള് പോയതൊരു ഇംഗ്ലീഷ് സിനിമയ്ക്കാ. അത് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. നിന്റെ കെട്ടിയൊക്കെ മനസ്സിലാവുന്ന ഇംഗ്ലീഷൊക്കെ എനിക്കും മനസ്സിലാവും. അതെങ്ങനെയാ? പട്ടത്തിയെ കെട്ടിയാ പിന്നെ പെറ്റമ്മയെ മറക്കുന്നല്ലേ പഴഞ്ചൊല്ല്. എനിക്ക് പട്ടത്തിനും വേണം, പെറ്റമ്മയും വേണം. അതുകൊണ്ട് സ്പെഷ്യലായി വാങ്ങിച്ചിട്ട് വന്ന നല്ല കോഴിക്കോടൻ 1 മലുവ. ഓ, ഇതൊരു 1/4 കിലോ കാണും. ഒരു 2 കിലോ വാങ്ങിച്ചതിന്റെ മാനം പോകുന്നില്ലല്ലോ. മീനാക്ഷി, ഇനി ഇവിടെ നിന്നാ നമ്മുടെ ഉള്ള മാനം പോകും. മീനാക്ഷി കേറ്. അമ്മ തിന്നോണ്ടിരിക്കട്ടാ. അതേ ഇല്ല, പറഞ്ഞു പോണൊന്നുമില്ല. എത്തിയോ? നാട് കാണാൻ ഇറങ്ങിയാ പിന്നെ കുഞ്ഞിന്റെ വീടൊന്നും ഒരു വിചാരമില്ല നിങ്ങൾക്ക്. വരുന്ന വഴിക്ക് പെട്രോളിന്റെ വണ്ടി തീർന്നേ. അല്ല, വണ്ടിയുടെ പെട്രോൾ തീർന്നു. വേണ്ട കള്ളൊന്നും പറയണ്ട, എനിക്കറിയാം എവിടെയായിരുന്നു. ചെല്ല്. പോട്ടെ. ഏത് സിനിമയ്ക്കാ പോയത്? വെറുതെ ഒരു ഇംഗ്ലീഷ് ഫിലിം, ജുറാസിക് പാർക്ക്. ദിനോസറെ കാണാൻ നിങ്ങൾ എന്തിനാ തിയേറ്റർ വരെ പോയത്? ഇവിടെ ഉണ്ടല്ലോ വലിയൊരു ദിനോസർ. വേണ്ട പോണു. എല്ലാരും ഉറങ്ങി. ആരാ പുറകിൽ നിന്ന് പിടിച്ച് വലിക്കുന്നത്? ചുണയുണ്ടെങ്കിൽ മുമ്പോട്ട് വാടാ. നീ വരില്ല, വരാനുള്ള ചങ്കൂറ്റമില്ല. എടാ, കോട്ടപ്പുറം മഹാദേവന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചിരിക്കാൻ ഒരു പട്ടിയില്ലടാ. മഹാദേവ, പട്ടിയും പൂച്ച ഒന്നും അല്ല എന്റെ മഹാദേവ, ഗേറ്റിന്റെ കൊളുത്താ. കള്ളു വയറ്റിൽ കിടന്നോണ്ടുള്ള ഓരോ തോന്നിപ്പിക്കലേ. സോറി മദർ, വല്ല അനിമൽസും ഫോളോ ചെയ്യണമെന്ന് തെറ്റിദ്ധരിച്ചു. താങ്ക് യു മദർ, താങ്ക് യു. അമ്മയില്ലാതൊരു ദൈവമില്ല. ചേട്ടാ, ദേവേട്ടാ, ദേവേട്ടാ, ഇരുന്ന് തൂങ്ങാതെ ചോറുന്ന്.
ചന്ദ്രികേ എന്താ ഇത്? അയല വറുത്തത്. മീനോ? മത്സ്യമാംസം തൊടാത്ത കോട്ടപ്പുറത്ത് വീട്ടിൽ ആരാണ് ഈ മീൻ വെച്ചത്? അത് ചോദിച്ചിട്ടല്ല ബാക്കി കാര്യം. പതുക്കെ മീനും ഇറച്ചിയും ഇല്ലാതെ ചോറ് തൊണ്ടേന്ന് ഇറങ്ങുന്നില്ലാന്ന് ചേട്ടനല്ലേ പറയാറ്. അതുകൊണ്ട് പിള്ളേരെ പള്ളിക്കൂടത്തിന്ന് വിളിക്കാൻ പോയപ്പോ ആരും കാണാതെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ മനുഷ്യ. എന്തിനായിട്ടാ കറിയുന്നേ? ചന്ദ്രിക, എന്റെ ചന്ദ്രിക, നീ മാത്രമാണ് എന്റെ ചന്ദ്രിക. എന്നോട് ഇത്ര മാത്രം സ്നേഹം നിനക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ചന്ദ്രി. എങ്കിലും ചന്ദ്രി എനിക്കത് സഹിക്കാൻ വയ്യ. എനിക്ക് സഹിക്കാൻ വയ്യ. വയ്യ, വയ്യ. കരഞ്ഞത് മതിയെ, ആഹാരം കഴിക്ക. ചന്ദ്രി, നമ്മുടെ ഒരു മോനോടെ പോയി. നമ്മുടെ മക്കൾ 3 പേര് വലിയ കിടന്നുറങ്ങുന്നേ. 3? എന്താ ചന്ദ്രി ഈ പറയുന്നത്? നമുക്ക് 4 മക്കളില്ലേ? നിങ്ങൾ എന്താ അനാവശ്യമോ മനുഷ്യ പറയുന്നേ? ചന്ദ്രി, നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പറ, നമുക്ക് മൊത്തം 4 മക്കളാ. എന്റെ ഈശ്വര, കുടിച്ചേച്ച് വന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം പോലും അറിയാൻ പാടില്ലെന്നായോ? എനിക്ക് വയ്യ ഇയാടെ കൂടെ. ചന്ദ്രി, ഞാൻ എണ്ണാം, നോക്കിക്കോ. 1 2 3. 1 2 3. അയ്യോ, 1. മീനാക്ഷി, നിനക്കൊന്നും അറിഞ്ഞൂടാ. എല്ലാം ഞാൻ പറഞ്ഞുതരാം. പകല് ചെയ്യേണ്ട ജോലി പകല് ചെയ്യണം, രാത്രി ചെയ്യേണ്ട ജോലി രാത്രി ചെയ്യണം. എന്ത് എപ്പ ചെയ്യണമെന്ന് നിനക്ക് അറിഞ്ഞൂടാ. ഞാനൊരു സൂത്രം കാണിച്ചുതരാം. നീ ഇങ്ങ് വാ, അവിടെ ഇരിക്കട്ടെ. വാ. തുണി അതല്ല ഞാൻ പാത്തിക്കറേ, നീ ഇങ്ങ് ഉക്കാറ്. ഇവിടെ ഇരിക്ക. എങ്ങനെയുണ്ട് നോക്കിയാൻ? ഹായ്. ഇവിടെ ഇരിക്കാൻ നാടല്ലേ നിങ്ങക്ക്? എവിടുന്ന് കിട്ടിയതൊക്കെ? എനിക്കിതൊന്നും കാണണ്ട. കാണണ്ടാന്നോ? അപ്പൊ 300 രൂപ കൊടുത്ത് വേസ്റ്റ് ആയോ? നിനക്ക് വായിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചത്. കടവുളെ, 300 രൂപയാ? சரியான பைத்தியக்காரன்டா. கிடைக்கிறது 2500 ரூபாய். பணத்தை எப்படி வேஸ்ட் பண்ணா எப்படி? അയ്യോ മീനു, ഇത് വേസ്റ്റ് അല്ലേ. ലുക്ക് മീനു, നിനക്കൊന്നും അറിയില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രായത്തിലല്ലേ എനിക്കൊരു ജീൻസ് ഇട്ട് നടക്കാൻ പറ്റൂ, നിനക്കൊരു നൈറ്റ് ഇട്ട് നടക്കാൻ പറ്റൂ. 60-70 വയസ്സാകുമ്പോ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ? ആൾക്കാർ കണ്ടാ ചിരിക്കില്ലേ? അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യണം. ഇതൊക്കെ നല്ല ചൊല്ലുങ്കോ. ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടാ ഒന്നും ഓർമ്മ കാണില്ല. എനിക്കൊരു സിൽക്ക് സാരി വാങ്ങി തരണമെന്ന് എത്ര നാളായി പറയണു. അയ്യോ എന്റെ മീനു, സെക്സിനെ പറ്റി പറയുമ്പോൾ സിൽക്കിനെ പറ്റി പറയാതെ. ഈ തവണ ശമ്പളത്തിന്ന് നിനക്കൊരു സിൽക്ക് സാരി ഉറപ്പ്. നിജമാ? ഉങ്ക പാട്ടി നിജമാ വാങ്ങി തരേ. വാമദേവനെന്നല്ല, കാമദേവനെന്നാ നിങ്ങക്ക് പേരിടേണ്ടത്. നശിപ്പിച്ചു. എല്ലായിടത്തും കറണ്ട് കേട്ടോ 1, ഇവിടെ മാത്രം 2. ഇരുത്തിങ്ങരുത്ത്. വാ. നീ ഇവിടെ കിടന്ന് കൊതുകടി കൊള്ളാതെ അകത്തോട്ട് കിടക്ക്. അകത്തെ കുതിനേക്കാളും ഭേദം പുറത്തെ കുത്തുക. ഈ തണുപ്പത്ത് കിടന്ന വല്ല പനിയും പിടിക്കും. ഇത്രയും നാളായിട്ടും ആ ഒരു പനിയും പിടിച്ചില്ലല്ലോ. വല്ല ഡെങ്കിപ്പനി പിടിക്കും. എഴുന്നേറ്റ് വാ. ഉറങ്ങട്ടെ. വരാൻ വാ. വയസ്സ് കാലത്ത് അടങ്ങി ഒതുങ്ങി കിടക്കാനുള്ള ഇനിയും വയസ്സ് കാലത്തല്ലേ. ഓ വന്നല്ലോ. ഇതിനൊക്കെ ഒന്ന് വന്നു കിട്ടാനുള്ള പാട്. ഒന്ന് വേഗം ആവട്ടെ, നാറ്റം കൊണ്ട് അകത്തിരിക്കാൻ മേലാതായി. ഇതിന് കുറെ പണിയുണ്ട് മുതലാളി. സെൻട്രൽ പൈപ്പ് മുഴുവൻ അടഞ്ഞു കിടക്കുക. എന്നാ അതങ്ങോട്ട് തുറന്നു വിട്. വേണമെങ്കിൽ 5 or 10 വന്നേക്കാം. ഇത് 5ലും 10ലും ഒതുങ്ങുന്ന കേസൊന്നും അല്ല. അകത്തിറങ്ങി മൊത്തം ക്ലീൻ ചെയ്യണം. മിനിമം ഒരു 200 രൂപയുടെ പണിയുണ്ട്. മുതലാളി ആയതുകൊണ്ട് ഒരു 150 തന്നാ മതി. 150 രൂപയോ? ഇത് കെട്ടാൻ പോലും എനിക്ക് 150 രൂപയായില്ല. കണ്ടിച്ചോരയില്ലാത്ത വർത്താനം പറയാതാ. തൊഴുത്തിലെ ചാണകമാണ് വാരണമെങ്കിൽ പുറത്തു കൊടുത്താൽ കൊട്ടയ്ക്ക് 12 രൂപ വെച്ച് കിട്ടും. ഇത് അതോ മറ്റോ ആണോ? ഏതായാലും കൈനഷ്ടം എനിക്കും വേണ്ട, നിനക്കും വേണ്ട. ഞാനൊരു 15 രൂപ തരാം. നീ സന്തോഷമായിട്ട് വാങ്ങിച്ചോണ്ട് പോകും. തന്നെത്താൻ അങ്ങ് വാരിയാ മതി. ഇയാളുടെ ഒരു 15 കൂവ. ഇതിനകത്ത് ചാണം വരണമെങ്കിൽ നാളെ മുതൽ പുല്ലും പുണ്ണാക്കും നിന്നാ മതി. പിണ്ണാക്ക് നിന്റെ തന്തയ്ക്ക് കൊടുക്കൊടു. നിന്റെ സഹായമില്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. 150 150 കൊടുത്തു തൊളിച്ചുകൂടായിരുന്നോ? നാറ്റം കാരണം അയൽവക്കത്തുകാർ കൂടെ കിടക്കണ്ട. എന്നാ നിന്റെ അയൽവക്കത്തോരോട് കൊടുക്കാൻ പറയടി. നീ പോയി കമ്പെടുത്തോളൂ വന്നേ. കമ്പടത്തിനകത്ത് എന്തോ ചെയ്യാൻ പോവോ? പറയുന്നത് കേൾക്ക. ഒരു കമ്പെടുത്തോളൂ വാ. ഒരു നാറ്റവും ഇല്ല. അച്ഛൻ എന്തായി കാണിക്കുന്നേ? ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? ഇതൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചാ പോരെ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. കല്യാണമായിട്ട് നീ എവിടെയാ തെണ്ട് കിടക്കുന്നേ? ഇന്നലെ കാലത്ത് ഇവിടെ ഇറങ്ങി പോയതല്ലേ? ഇതുവരെ എവിടെയായിരുന്നു? അല്ല അത് പിന്നെ ഞാനും ഫ്രണ്ട്സും കൂടെ എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങുന്നവരെ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ? അതിന്റെ ആവശ്യത്തിന് വേണ്ടി ലൈസൻസ് കേൾക്കാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോയതാ. നീ ആടാ അച്ഛന്റെ മോൻ. 10 കാശുണ്ടാക്കണമെന്ന ചിന്ത നിനക്ക് മാത്രമേ ഉള്ളൂ. മോൻ പോയി കുളിച്ച്
വല്ലതും കഴിച്ചൊന്ന് വിശ്രമിക്ക് ചെല്ലേ. കൊണ്ടുവരാൻ പറഞ്ഞ ഉടനെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അതിന് കുറ്റം പറയും. ഇവിടെ നിന്ന് നിപ്പിൽ അങ്ങോട്ട് പോയി. അയ്യോ എന്റെ മഹാദേവന്റെ അച്ഛൻ പോയി. അയ്യോ മഹാദേവ, വാമദേവ, ചന്ദ്രനെ, അയ്യോ എല്ലാരും ഒന്ന് ഓടി വരണേ. ഇതാരും ഇവിടെ തുറന്നു വെച്ചത്? ഇവിടെ ഒരുത്തിനും ഒരു ഉത്തരവാദിത്വ ബോധമില്ല. മൂക്കറ്റ നിന്റെ കോട്ടപ്പുറം കുടുംബത്തിൽ എന്റെ ഒരു പാടെ ഉത്തരവാദിത്വ ബോധം. അയ്യോ എടാ മഹാഭാവി, നിന്റെ അച്ഛൻ അതിനകത്തുണ്ടോ? അയ്യോ എന്റെ എനിക്ക് വയ്യ. ഒട്ടനെ ചെട്ടി ചതിച്ചപ്പോ ചെട്ടിയെ ദൈവം ചതിച്ചു. ആ തോട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് കാലാണ് കൊടുക്കാതെ രാവിലെ പറഞ്ഞേച്ചില്ലേ? 150 രൂപ ലാഭം പിടിച്ചതാ. ഇപ്പൊ മരുന്നും മന്ത്രം എല്ലാം കൂടെ രൂപ 500 500 രൂപയോ? എന്റെ അമ്മേ, വല്ല സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ 10-15 രൂപയ്ക്ക് തീർന്നേന്. 500 രൂപ തിന്നാതെയും കുടിക്കാതെയും കളഞ്ഞല്ലോടി മുദേവി. കുഴി കിടന്നത് മുഴുവൻ തിന്നുകയും കുടിക്കുകയും ചെയ്തത് കൊണ്ട് ആ രൂപ 500 ആയത്. സർക്കാർ ആശുപത്രി പോയിരുന്നെങ്കിലേ കുഴി തന്നെ അങ്ങ് പോയി കിടക്കായിരുന്നു. ഉടനെ എത്തിച്ചോണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്നാ ഡോക്ടർ പറഞ്ഞത്. ഓ, കാശിന്റെ വിലയൊക്കെ നിനക്കറിയാവോ? ആശുപത്രി ചെന്നപ്പോൾ ഡിസ്ചാർജ് ചെയ്തെന്ന് പറഞ്ഞു. ഇത്ര ധൃതി പിടിച്ചെന്താ ഇങ്ങോട്ട് പോന്നെ? 2 ദിവസം കിടന്നിട്ട് വന്നാ പോരായിരുന്നോ? കിടക്കും. ഇനി ഇപ്പൊ സ്വർഗലോകത്തും കൊണ്ട് കിടത്തിയാലും മക്കളുടെ ശമ്പള ദിവസം നിന്റെ അച്ഛൻ വീട്ടിലെത്താണ്ടിരിക്കുവോ? കേക്കണോ കഥ? ഇതങ്ങോട്ട് കുടിച്ചേ. എന്തത്ര മടി, അങ്ങോട്ട് കുടിച്ചൂടെ? ഓ, ഇതിലും ഭേദം മറ്റേതാ. ആരാണത്? അച്ഛാ, ഇതാ ശമ്പളം. ഇത് എന്റെ ശമ്പളം 3000 രൂപ. ഇത് മീനുവിന്റെ ശമ്പളം 4500 രൂപ. അതെന്താടാ 4000 നീട്ടം? നീട്ടം കൂടിയത് കൊണ്ടാണല്ലോ പ്രേമിച്ചത് പട്ടത്തിയായിട്ടും കെട്ടിച്ചു കൊടുത്തത്. ഇവിടെ കിടന്നുകൊണ്ട് നട്ടം തിരിയുന്നത് ഞാനും. ഇപ്പൊ കുറവുണ്ടോ അച്ഛാ? കുറവുണ്ടോ നോക്കട്ടെ. ആ കവറ് കിടക്ക്. ആ, ഇത്തവണ കനം കൂടുതലുണ്ടല്ലോടി. കാണും ഇനിയുണ്ടാ നോക്കാം. അയ്യോ, ഇത് മുഴുവൻ ചില്ലറയാ. എന്താടാ ഇത്? എല്ലാം പിടിച്ചു കഴിഞ്ഞപ്പോ ഇത്രേ ഉള്ളൂ. കുടിച്ചു കഴിഞ്ഞപ്പോ എന്ന് പറയടാ കുരുത്തം കെട്ടവനെ. നിന്റെ കൊച്ചുങ്ങൾക്ക് പാല് മേടിച്ചു കൊടുക്കാൻ തികയോ ഇത്? നാണമില്ലല്ലോടാ. കുടുംബത്തിലെ മൂത്ത സന്തതി കൊണ്ടുവന്നിരിക്കുന്നു ശമ്പളം. അച്ഛാ, എനിക്കിത്തിരി ശമ്പളം കുറവായതുകൊണ്ടല്ലേ എന്നെ മാത്രം എല്ലാരും കൂടിയിട്ട് ചവിട്ടി തേക്കുന്നത്. നാളെ അച്ഛനും നല്ലത് വന്നാലും ചീത്ത വന്നാലും നോക്കാൻ ഞാൻ ഒരുത്തനെ ഉണ്ടാവും. കണ്ടല്ലോ, തന്തയെ ജീവനോടെ കക്കൂസിലിട്ട് മൂടിയപ്പോഴേ കണ്ടു. നല്ലപോലെ നോക്കുന്നവൻ നീയാണെന്ന്. ഇറങ്ങി പോടാ. എന്താടാ നോക്കിയിരിക്കുന്നത്? പോടാ. അച്ഛാ, എനിക്ക് ട്രെയിനിൽ സീസൺ ടിക്കറ്റ് എടുക്കാൻ 300 രൂപ വേണം. കൊണ്ടുവന്നതേ പിച്ചക്കാശ്. അങ്ങോട്ട് വേണ്ടത് 300 രൂപ. എടുത്തു കൊടുക്കണേ. എവിടെയെങ്കിലും പോയി തൊലയട്ടെ. നിന്റെ ശമ്പളവും വേണ്ട, കിമ്പളവും വേണ്ട. ശരീരം നല്ലവണ്ണം നോക്കണേ അച്ഛാ. നിന്റെ ശരീരം കേടാകാൻ നോക്കിയാ മതി. പോടാ. എടീ, ഇവനും എനിക്ക് തന്നെ പിറന്നതാണോ? എവിടെയായിരുന്നു അച്ചമ്പി ഇതുവരെ? സാധനങ്ങൾ എത്താതെ വേലായുധം കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. തിരക്കൊഴിച്ചിട്ട് ചന്തയിലോട്ട് കേറാൻ പറ്റുമോ? ഉള്ള വില വാങ്ങില്ലേ അവന്മാര്? വിലയതാ ആവശ്യത്തിൽ കൂടെ സാധനം മേടിച്ചിട്ടുണ്ട് എന്ന് വെച്ച് എല്ലാം കൂടെ വെട്ടിയടിച്ചങ്ങ് തള്ളരുത്. മിച്ചമുള്ളത് തിരികെ കൊടുത്ത് കാശ് വാങ്ങിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാത്തിനും ഒരു ന്യായം വേണ്ടേ മച്ചമ്പി? പിന്നെ വേണ്ടേ? ഓ, ഈ മച്ചമ്പിയുടെ ഒരു ബുദ്ധി. അയ്യോ, ഇതൊന്നും നമ്മുടെ ബുദ്ധിയല്ല. അപ്പം ദൈവം നമുക്ക് ഉപദേശിച്ചു തരുന്നല്ലേ. എല്ലാം മുത്തപ്പന്റെ കടാക്ഷം. എന്താത് മച്ചമ്പി? എന്താ ഇത്? കല്യാണം നാളെയല്ലേ? ആരാ ഇവരൊക്കെ? അത് പെണ്ണിന്റെ ആൾക്കാരാ. നാളെ ബന്ധായത് കാരണം അവരല്ല ഇന്നേ ഇങ്ങോട്ട് പോന്നു. ഇനിയുണ്ട് 500 പേര്. എന്താ ചതിച്ചോ? അമ്മേ മഹാമായേ, ഈ കാണുന്ന സമ്പത്തെല്ലാം ഇതുപോലെ എന്നും നിറഞ്ഞു നിൽക്കാൻ കനിവുണ്ടാകണമേ ദേവി മഹാമായേ. എന്റെ അമ്മേ, ഞാൻ എന്താ ഈ കാണുന്നേ? ലക്ഷ്മി പൂജ കഴിഞ്ഞ് തിരിഞ്ഞതും
സാക്ഷാൽ മഹാമായ മുന്നില് മനോഹരമായ ചായ പെൺകുട്ടികളായാൽ ഇങ്ങനെ തന്നെ വേണം. ആ ഇന്നു മുതല് നീയാണ് ഈ വീട്ടിലെ മഹാലക്ഷ്മി. എന്നും രാവിലെ മോളെ കണികണ്ടിട്ട് വേണം ഈ അച്ഛൻ ഉണരാൻ. ഓ എന്തൊരു ഐശ്വര്യമാണ് ആ മുഖത്ത്.